രമേശ, മുന്നേ രമേശ, നീ ഇത് എപ്പോ വന്നു? എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു? ഒരുപാട് വൈകിപ്പോയമേ. ചരക്കെടുക്കാൻ പോയിട്ട് ജീപ്പ് കേടായി. പിന്നെ അത് അവിടെ നന്നാക്കി. ഇല്ല, നന്നാക്കില്ല, അവിടെ ഇട്ടു. ആകെത്തിന് ലോറി കിട്ടി. അതിൽ കയറി ഇവിടെ എത്തിയപ്പം മണി 4. പിന്നെ വിളിച്ച് വെറുതെ നിങ്ങൾ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ച് ലേഖണമെന്നില്ലേ? ഉണരാൻ അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ? പാതിരാ കഴിഞ്ഞിട്ടും അവൾ ഗേറ്റിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുക, നീ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന്. ദാസനല്ലത്? ദാസനാണല്ലോ. ഡ്രൈവർ, കാർ വാടക എവളവപ്പാ? 100 രൂപ. ഞാൻ 200 രൂപ കൊടുക്കറേ. 100 രൂപ ഇനാം. കാരണം ഞാനിപ്പോ പഴയ കാരക്കൂടൽ ദാസനല്ലേ, പണക്കാരൻ. ഡേയ്, ഇങ്ങ വാടാ. இந்த കവലയിലെ 2 ഏക്കർ സ്ഥലം വേണമല്ലോ. പെരിയൊരു പലചരക്ക് കട തുടങ്ങണം. തുടങ്ങിത്താൻ തീരുവേൻ. അല്ല, ഇതെന്താ പുലികളിയോ? ഇവനിത് എത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അങ്ങ് മുത്തുമാരി കൗണ്ടർ. നല്ല തങ്കമാന മനുഷ്യൻ. അന്താള് വട്ടിക്ക് പണം കൊടുക്കും. ആർക്ക്? ആർക്കുമല്ല, വട്ടി. വട്ടി എന്ന് പറഞ്ഞാൽ പലിശ. പലിശക്ക് പണം കൊടുക്കും. ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും. ദാസപ്പ, അങ്ങനെ മൂപ്പർ എന്നെ വിളിക്കുന്ന പേര്. എന്നിട്ട് പറയും, അന്താള് വട്ടി കൊടുക്കലേ. അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരൊറ്റ ഓട്ട ഇന്ത കത്തിയെടുക്കും. എന്നൊരലർച്ചയാ. വട്ടി താനേ വരും. തൊഴിൽ ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം സുശീല. അങ്ക കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും. എന്നാ മതിപ്പ് തെരിയുമാ? അപ്പൊ അവിടെയും കത്തിപ്പരിപാടി ആയിരുന്നല്ലേ? ആമാ. നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ സുശീല? അത് ശരിയാ. വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഞാൻ തന്നെ പല പണി നോക്കി. നാടകുത്ത്, പുള്ളിമുറി, മുച്ചിട്ട്, മീൻ കച്ചവടം. ഒന്നിനും ഉറച്ചു വെക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാർ 4 കാലിൽ നടന്നു പോകുന്ന കാണുന്നതിന്റെ ഒരു സുഖം ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ. അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ടൂബിട്ട് ഇറങ്ങിയത്. ശരിയാ സുശീല, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കുറച്ചുകൂടെ ഒഴിക്ക്. ഞാനന്ന് സുശീലിനോട് തെറ്റ് ചെയ്തു. പണം വാങ്ങിച്ചു. പക്ഷെ രമേശൻ നേരെ തള്ളാൻ പറ്റിയില്ല. അത് സാരല്ല, അയാൾ തിരിച്ചടിക്കുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി. നടന്നില്ല. സുശീലിനറിയോ, പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപാളയത്ത് MGR പാലത്തിൻ്റെ മേലെ ചെന്നിരിക്കും. എല്ലാ ദിവസവും ആ പെണ്ണെൻ്റെ മനസ്സ് കയറി വരും സുശീല. എനിക്കവളെ കെട്ടണം. അതിനാ ഞാൻ വന്നത്. അതിനുള്ള പണവും കൊണ്ട്. സുശീലൻ എൻ്റെ ആളായി നിന്ന് അത് നടത്തി തരണം. എനിക്ക് വേറെ ആരുമില്ല സുശീല. ഒരു റൗഡി കരയുന്നോ? അയ്യയ്യേ. രമേശനാണോ ഭാസ്കരനാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നില്ലേ ആ പൊക്കമുള്ളവൻ? രജനി കുറ്റക്കാരിയല്ല, അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അയാള് പറഞ്ഞു. അന്ന് വൈകുന്നേരം ബാഗ് കൊടുത്തു വിടുന്ന് ഇറങ്ങിയതാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സ്വന്തം മോള് എങ്ങടാ പോയത് നിങ്ങൾ അന്വേഷിച്ചില്ലേ? നമുക്ക് പോവാൻ സുശീല. അപ്പോ ആ പെണ്ണിനെ അവൻ വെച്ചോണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട്. ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒടുക്കം അവളെ അവൻ തട്ടിയെടുത്തു. അവനെ കൊന്നു കൊല വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ദാസ, എടുത്തിയാടി വിവരക്കേടൊന്നും കാണിക്കരുത്. നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല. പിന്നെ എവിടെയായിരിക്കും? ചൊവ്വ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും. അവിടെ ഒന്നും ആയിരിക്കില്ല. ടൗണിൽ അവന് ചില സിൽബന്ധികളൊക്കെ ഉണ്ട്. ഏതായാലും ദാസം വാ, നമുക്ക് കാര്യം എടുത്ത് അന്വേഷിക്കാം.
ஐயா ஐயா മുനീറെ ധർമ്മക്കാരൻ தர்மம் கேட்க வரலங்க. ஏதாவது வேலை? വേലൊന്നും നടക്കണ്ട. இல்ல இந்த சாக்கு சுமடு எல்லாம் எடுக்கும். கூலி இங்க இஷ்டமுള്ളത് கொடுத்தா போதுங்க. ഓ പണിക്ക് വന്നതാണോ? ஆமா. എங்கே നിന്ന് വരുന്നു? மேட்டுப்பா. എന്തുപ്പാ? இல்ல, நான் தெங்காசி தெங்காசி. ஆ. பேரு மாரிமுத்து. ആ ആ. அங்க சொன்னேன் நீங்க பெரிய மனுஷாளுன்னு. നല്ലോണം ചുമടെടുക്കുമാ? நல்ல அசலா எடுக்குங்க. കൂലി എനിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതിയോ? மதியுங்க. ആ മുനീറെ, ഒരു പാണ്ടി വന്ന് ചാടിയിരിക്കുന്നു. പണിയെടുക്കാൻ പാണ്ടിയെ വെല്ലുന്ന ഒരുത്തനും വിടില്ല. കൂലിയുടെ കാര്യവും പ്രശ്നമല്ലത്രേ. ஏதாவது கொடுத்தா போதுங்க, எனக்கு வேலைதான் முக்கியம். ആ അപ്പോ നല്ല ഭാരമുള്ള ചാക്ക് നോക്കി പാണ്ടിയുടെ തലയ്ക്ക് വെച്ചു കൊടുക്ക. சரி வா. യൂണിയൻ ചേരാൻ പാടില്ല. என்னது? യൂണിയൻ ഇല്ല, കൊടി സമരം. ആ. കൊല പണിടുവൻ ഞാൻ, മനസ്സിലായോ? ഞാനൊരു അപ്പാവിങ്ക. ആ, ആ. വത്സല ടീച്ചർ അനുജന്റെ കല്യാണം രമേശ് ചേട്ടനെ നേരിട്ട് ക്ഷണിക്കാൻ വന്നതാ. അതിനെന്താ, ഞങ്ങള് തലേ ദിവസം തന്നെ എത്തിയേക്കാലോ. അല്ല രമേശ് ചേട്ടാ, അതെപ്പോഴാ രമേശ് ചേട്ടൻ എനിക്ക് പട്ടുസാരി വാങ്ങിച്ചത്? ടീച്ചർ പറഞ്ഞു. അതെ, ടീച്ചർ അത് പറയും. പക്ഷെ ടീച്ചർക്ക് അറിയില്ലോ ഞാൻ ആ പട്ടുസാരി തിരിച്ചു കൊടുത്ത കാര്യം. തിരിച്ചു കൊടുത്തോ? കൊടുത്തു. വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ലേക്ക് ആർഭാടങ്ങളോടൊന്നും തീരെ താല്പര്യമില്ലാന്ന്. അതുകൊണ്ട് തിരിച്ചു കൊടുത്തു. അയ്യോ, അതുണ്ടായിരുന്നെങ്കി ഇപ്പൊ കല്യാണത്തിന് കൊടുക്കായിരുന്നു. ഇഷ്ടല്ല, ലേഖയ്ക്ക് ഇഷ്ടല്ല, അതുകൊണ്ടാ അല്ലേ? ടീച്ചർ കുളിക്കാൻ വെള്ളം ചൂടാക്ക്, എനിക്ക് ചായ എടുത്ത് വെക്ക്. അല്ല, എനിക്ക് ചായ എടുത്ത് വെക്ക്, ടീച്ചർ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. ടീച്ചർക്ക് ചായ എടുത്ത് വെക്ക്, എനിക്ക് വെള്ളം ചൂടാക്ക് കുളിക്കാൻ. വരൂ. രമേശ് നായർ കത്തുണ്ട്. പാണ്ഡ്യാലി അസനക്ക് തന്നതാ. ശരി. നോക്കിയേ, ഈ മഞ്ഞസാരി നിനക്ക് നന്നായി ചേരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടായില്ല. ഇപ്പോഴോ? സമ്മതിച്ചു. കട തുറന്നില്ലേ? അസനക്ക് ബസ്സുകാരെടുത്തൊരു കത്ത് കൊടുത്തയച്ചു. അത്യാവശ്യമാണെങ്കിലോ എന്ന് വിചാരിച്ചു ഉടനെ കൊണ്ടുവന്നതാ. ഏതോ ഒരു പെണ്ണിനെ പറ്റി പറയാനാണ് അത്ര. പെണ്ണ്? ഏത് പെണ്ണ്? എന്ത് പെണ്ണ്? അല്ലേലും താൻ എന്തിനാ എനിക്കുള്ള കത്ത് പൊട്ടിച്ചത്? ഓഹോ, നമ്മൾ തമ്മിൽ ഇപ്പൊ എനിക്ക് നിനക്ക് ആയോ? രജനി എന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിനെ കത്തെഴുതിയേ. രജനി എന്ന് പറഞ്ഞ പെണ്ണാണെന്ന് ആര് പറഞ്ഞു? പിന്നെ ആണാണോ? എടോ, രജനി എന്ന് പറഞ്ഞാൽ രാത്രി. രാത്രിക്ക് പല പര്യായങ്ങളുണ്ട്. നിശ, നിശീഥിനി, യാമിനി, രജനി. രജനി, ഈ രജനീഗന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? രാത്രിയിൽ സുഗന്ധം പരത്തുന്ന പൂ. മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. രാത്രിയെ പറ്റി സംസാരിക്കാനാണല്ലേ അസനക്ക കത്ത് കൊടുത്തയച്ചേ? അതെ. ഈ അസനക്ക നന്നായിട്ട് കവിത എഴുതും. ഞാൻ അംഗീകരിക്കാറേ ഇല്ല. എപ്പോഴും വഴക്കാ. കൊടുക്ക ഞാൻ പറഞ്ഞു, ഞാനൊരു വിഷയം തരാം. രജനി, അതായത് രാത്രി. രാത്രിയെ പറ്റി ഒരു കവിത. അതെ, എഴുതി കാണും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബുദ്ധി ഇല്ലാത്തവർക്ക് അതൊന്നും പിടിയിട്ടില്ല. അല്ലേ? പോയി കട തുറക്ക്. ബാവളെ ഒന്ന് വേഗമാട്ടേണ്ട താമര. 12 മണിക്ക് ലോറി അയക്കാനുള്ളതാ. ഒരു ചാക്ക് എടുത്ത് പോയിട്ട് നേരെ വെത്താടാ. നമുക്ക് ഒന്ന് വേഗം നടത്തോളൂ. എനക്ക് அங்க லோரியிலேத்தி. എന്തേറ്റി? നീ എടുക്കുന്നത് കള്ളപ്പണിയാ. അത് അങ്കേ പോതും. ദേവസ്യ, 2 ചാക്ക് ഈ പാണ്ടിയുടെ തലയിൽ ഏറ്റി കൊടുക്ക. 2 மூட்டையா? മൂട്ടയല്ല, അരിച്ചാക്ക്. ആ, അവിടെ നിൽക്കടാ. നമുക്ക് இது போதுங்க. പോതുമ അതുകൂടെ വെച്ചു കൊടുക്ക. കള്ളപ്പന്നി. ஐயோ, முடியாதுங்க. കുനിഞ്ഞു കൊടുക്കോ, കുനിഞ്ഞു കൊടുക്കോ. என்ன கொல்லாதுங்க. ആ, നടാ നടാ. ചീത്ത കേൾക്കാനും പണിയെടുക്കാനും പാണ്ടികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? വെച്ചോ. മുനീറെ, ഹസനക്കല്ലേ? ഹസനക്ക ഇല്ലേന്ന്? ഹസനക്ക அங்கே அங்கே. അങ്കേ. എന്റെ പാണ്ഡ്യാലേ കയറി വന്നിട്ട് എന്നോട് ഊന്ന് ചോദിച്ചാ എന്താ അർത്ഥം? എന്നെ അടിയന്തരമായിട്ട് കാണുന്ന കത്ത് കൊടുത്ത് വെച്ചിട്ടാ ഞാൻ വന്നത്. ആ, കത്ത് കൊടുത്തയച്ചു. കാര്യം എന്താന്ന് പറ. ഈ ഹസൻ ഉണ്ടല്ലോ, വെറും ഒരു ആപ്പ ഊപ്പ ഹസനല്ലെന്ന് താൻ മനസ്സിലാക്കിയോ? അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇല്ല, വേണ്ടോണ്ട മനസ്സിലാക്കിയിട്ടില്ല. അവളുണ്ടല്ലോ, ഇങ്ങടെ ആ പെണ്ണ്. എന്റെ പെണ്ണല്ല. ആ, എന്നാ ആരുടെയെങ്കിലും പെണ്ണ്. അവളുടെ പേരെന്താ? രജനി. രജനി. അവളിൽ നിന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നു. ഒപ്പം അവളും രക്ഷപ്പെടാൻ പോകുന്നു. അബുദാബിയിലെ ഒരു ഇന്ത്യൻ സ്കൂളില് ആ കുട്ടിക്ക് ടീച്ചറായിട്ടൊരു ജോലി കിട്ടുന്നു എന്ന് വിചാരിക്കുക. എങ്ങനെയുണ്ടാവും? എങ്ങനെ? അതേടോ നായരെ, മോലിയാരുടെ മോൻ അബ്ദുള്ള കുട്ടി, അവന്റെ ആ സ്കൂള് അബുദാബിയില്. തനിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിച്ചു. പെണ്ണിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മാസം തന്നെ കടലിടക്കാം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹസനക്ക. വേണ്ട വേണ്ട വേണ്ട,
ഇങ്ങള് വിചാരിച്ചത് ഞാൻ വെറും ഒരു യൂസേഴ്സ് ആണെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വേണ്ട, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ റെയിൻബോ ട്രാവൽസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, താൻ അവളെയും കൂട്ടി അവിടെ ചെല്ലുക. എന്നിട്ട് ഇന്ന് തന്നെ പാസ്പോർട്ടിന്റെ കടലാസുകളൊക്കെ ശരിയാക്കുക. ഈ ഉപകാരം ഞാൻ ഒരിക്കലും നിങ്ങൾ ചെല്ലുകാരെ. മാരിമുത്തോ, ഞാൻ ഇല്ലെങ്ക ഞാൻ ഇല്ല. എന്നാ ഇല്ല ഞാൻ മൂട്ട കൊതുക് പോയല്ലേ പറ. കെട്ടിയവനും കെട്ടിയോളും അവരുടെ കുടിയിൽ പലതും ചെയ്യും. അതൊക്കെ ഒളിഞ്ഞു നോക്കാൻ പാടുമോ നായെ? കെട്ടിയാലും കെട്ടിയോളൂ, അത് ഞാൻ അറിഞ്ഞില്ല. എന്നോട് പറയണോ? പറയണോ? നിക്കവിടെ അവിടെ നിക്കേ, എല്ലാം പറഞ്ഞു തരടാ. അവിടെ നിക്കടാ. ഇച്ച് നമ്മളെ അറിയില്ല. എന്താ സമയത്ത് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഏതോ ഒരു നമുക്ക് വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാണെന്നേ. നമ്മള് നല്ലോണം ഒന്നങ്ങ് കൊടുത്തു. നാട്ടുകാരെ ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. നമ്മളൊക്കെ വിചാരിച്ചു അവൻ മാന്യനാണെന്ന്. അല്ല നാട്ടുകാരെ, അവനൊരു പരമനാറിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ? അവനിതാ ടൗണിൽ മറ്റൊരു ഭാര്യ. അതെ, സത്യമാണ് സുഹൃത്തുക്കളെ. രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ, ഒരു രണ്ടാം ഭാര്യ. ഈ കാലം വരെ നമ്മളെ അവൻ പറ്റിച്ചു. ഇനി അവന്റെ പരിപ്പ് ഈ നാട്ടിൽ വേവുകയില്ല സുഹൃത്തുക്കളെ. ആട്ടിൻ തോലിട്ട ആ ചെന്നായ്ക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. നാട്ടുകാരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ. അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതേതായാലും നന്നായി. നമ്മളെ സന്മാർഗിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ. മീനാക്ഷി അമ്മേ, എനിക്ക് 5-10 ഇല്ല, ഒരേ ഒരു മോളാ. നിങ്ങളുടെ മോൻ എന്റെ പാവം മോളോട് എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കാണിച്ചത്? അവൻ രമേശൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ മുറ്റത്തെ പറമ്പിലൊക്കെ ആളുകൾ കൂടി നിൽക്കണം എന്തിനാണ്? ഞാൻ മാത്രം ഇത് വിശ്വസിക്കരുതെന്നാണോ? എന്റെ മോളെവിടെ? അവക്ക് ഇപ്പോഴും ജീവനുണ്ടോ? മോളെ, ലേഖേ, മോളെ, മോക്ക് വലിയ പഠിപ്പും പത്രാസും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. നല്ല അച്ചടി ഭാഷയിൽ ഞാൻ അന്നേ പറഞ്ഞതാ, രമേശന്റെ പോക്ക് ശരിയല്ല, അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. കേട്ടില്ല? കുത്തുവാക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? എന്റെ ഭർത്താവ് ഒരിക്കലും ഇത്രയും ചീത്തപ്പേരുണ്ടാക്കില്ല. ചേച്ചി, ഞാനും എന്റെ മോളും പോവുക. നാണോ മാനോ ഉള്ളവർക്ക് ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. പാടി. ആളുകൾ സ്ഥലം കാലിയാക്കി തുടങ്ങി. സന്മാർഗിയുടെ ഏട്ടന്റെ ഭാര്യ സുശീല. ഇവിടെ ഉണ്ടല്ലേ. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും, കൊലപാതകികളെ രമേശൻ നായർ പിടിക്കും. ഇനിയിപ്പോ ഈ രമേശൻ നായർ എന്ന് പറയുന്ന സ്ത്രീലമ്പടനെ ആര് പിടിക്കണോ പ്രസിഡന്റ്? ഏതോ തെണ്ടികള് എന്തോ വിളിച്ചു കൂവിന്ന് വെച്ചിട്ട് ഞങ്ങളുടെ രമേശൻ നായർ ഞങ്ങൾക്കറിയാം. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ തീയില്ലാതെ പുക ഉണ്ടായിട്ടില്ല പ്രസിഡന്റ്. എന്ത് തീയണ്ടായിന്നാ ഈ പറയണത്?
ഈ കേട്ട ആരോപണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലവനും വല്ലതും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ദാസൻ കണ്ടിട്ടുണ്ട്. അവനെ അവന്റെ പുതിയ ഭാര്യയെയും ഈ ദാസൻ കണ്ടിട്ടുണ്ട്. വല്ലവനും വല്ല സംശയം ഉണ്ടെങ്കിൽ തെളിയിക്കാം. ഈ നിമിഷം തെളിയിക്കാം. നിക്ക് നിക്ക് നിക്ക്, ഇത് എവിടേക്കാണ് എല്ലാരും കൂടി? പിരിവിന് വല്ലതാണെങ്കിൽ അങ്ങനെ വണ്ടി തിരിച്ചു വിട്ടോളി. ഒരൊറ്റ മുക്കാലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടൂല. ബസീറിന്റെ പെരപണി നടക്കുന്ന സമയം. പിരിവിനൊന്നും അല്ല. രമേശൻ നായർ എവിടെ? ആര്? രമേശൻ നായരെ. നായന്മാരൊന്നും ഇവിടെ ഇല്ല. ഇത് എന്റെ വീടാ, ഞാൻ നായരല്ല. എവിടെയോ? ഇവിടുണ്ട്, ഈ വീട്ടിലുണ്ട്. ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നീയാണ്. എന്താണ്ടാ എനിക്കിനി വേണ്ട? എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ? ഉമ്മ, ഇവൻ പറഞ്ഞു രമേശൻ നായരും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞില്ലടോ എന്നോട് ഇവിടെ നായന്മാരും ഇല്ലാന്ന്. ഇവിടെ ഉള്ളത് കിഷൻകുട്ടി, ഓന്റെ കെട്ടിയോള് ജാനുവാ. അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാളും പാസ്പോർട്ട് ഗീസ്പോർട്ട് പറഞ്ഞ് പുറത്തു പോയിക്കാ. കൊള്ള റാസ്കൾ. ഇത്ര ആൾക്കാരെയും കൂട്ടി ജീപ്പും വാടക എടുപ്പിച്ച് ഞങ്ങൾ ഇവിടെ കൊള്ളുന്നത് കൃഷ്ണൻകുട്ടി അവന്റെ ഭാര്യ ജാനുവിനെ കാണിക്കാനാടാ. ഞാൻ കണ്ടതാണ്. എന്താണ്ടാ നീ കണ്ടത്? കിഷൻകുട്ടിയും കെട്ടിയോളും വന്നേക്കണേ. അമ്മ ഉറങ്ങില്ലേ? അമ്മേ, നീ എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി. ശിക്ഷയോ? ഇല്ലമ്മേ. എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ. ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു ബുദ്ധിമോശം പറ്റി. എല്ലാവരും ഒന്നിച്ച് കണ്ടപ്പോ എന്റെ നാവ് അനങ്ങില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ സമനില വീണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ടാ ഞാനിവിടെ വന്നിരുന്നത്. അതെന്താ? പോയി, എല്ലാരും പോയി. ലേഖ ലേഖ പോയ അമ്മേ? അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി. ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാം എന്റെ കുറ്റമാ. എന്റെ മകൾക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടോ. അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നേ? ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ? ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി. അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ. അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അസനിക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി. സത്യം എല്ലാം അവര് പറയും. അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം, അല്ലേ? അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്? അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ. എനിക്ക് മാത്രമേ ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ. പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ല എന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യവും സൂക്ഷിക്കാത്ത രമേശ് ചേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല? അത് അമ്മ പറഞ്ഞു. അമ്മയോടല്ല, രമേശ് ചേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല, ഭാര്യയാണ്. അങ്ങനെ തന്നെ തിരിച്ചും. പതിവില്ലാതെ ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോ ജീപ്പ് കേടായെന്ന് രമേശ് ചേട്ടൻ നുണ പറഞ്ഞു, ഇല്ലേ? അത് ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്.
അസനിക്ക് കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ്? അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശ് ചേട്ടനെ കണ്ടത്? എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട. എന്നെ നിങ്ങൾ ചതിച്ചു. നിർത്ത്. എന്നെ പറ്റി എന്താ നീ വിചാരിച്ചേ? കുറെ നുണകൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊണ്ടാണെന്നോ? എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല, എന്റെ മനസാക്ഷി അല്ലാതെ. ഒരേ സമയത്ത് രണ്ടുപേരെ ഭാര്യമാരാക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷി? ലേഖേ, ഇല്ല. എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കത് മതി. നിനക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സ്നേഹമുള്ളിടത്തെ വിശ്വാസം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓർത്തില്ല. അവിശ്വാസത്തോടെ ഒന്നിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ആവുമ്പോ. ലേഖയുടെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വരും, ഒരു വക്കീലിന്റെയോ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച്. രമേശൻ നേരെ നാട് വിട്ടോ കുറുപ്പേ? വല്ലയിടത്തും പോയി കുറുപ്പ് ഒരു പെണ്ണെ കെട്ട്, ഒരു ജോലി ആവട്ടെ. നായരിന് കട തുറക്കുന്ന മട്ടില്ല. ഇവിടെ കുറുപ്പേ, നല്ല ചാരായം ഗ്ലാസ് എടുക്കട്ടെ. ചാരായം തന്നെ കൊണ്ടുപോണോ? ചാരായം 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 ചാരായം. എങ്ങനെയുണ്ട് സുശീല? കുഴപ്പമൊന്നുമില്ല സാറേ. ഞാൻ വീണ്ടും ചാരായ കച്ചവടം തുടങ്ങിയത് ആളുകൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ഒരു പരസ്യമാവുന്ന ലേശം ഒന്ന് അലയേണ്ടി വരും. ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. അത് മതി, ഞങ്ങൾ അല്പം തിരക്കില്ല. പല സ്ഥലത്തും കളവും പിടിച്ചുപറിയും നടക്കുന്നതായി പരാതി വരുന്നുണ്ട്. നാട് നന്നാകാൻ തുടങ്ങി. വരട്ടെ. ഓ ശരി. ലേശം മൂടിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പാടും. വണ്ടി വിട്. നല്ല വെള്ളച്ചാരായം, നല്ല വെള്ളച്ചാരായം, നല്ല വാറ്റിയാരായം, നല്ല വാറ്റിയാരായം. ഓ നല്ല വാറ്റിയാരായം. ഇന്ന് കട തുറക്കാന്ന് വെച്ചു. വെറുതെ പൂട്ടിയിട്ട് അങ്ങനെ ഒരു നഷ്ടം വരുന്നുണ്ടല്ലോ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ലേഖയുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന്. വേണമെങ്കിൽ ഞാൻ അവരുടെ കാല് പിടിച്ച് പറയാം. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു. എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്കറിയില്ല, എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് വേറെ നേട്ടങ്ങളുണ്ടായി. ഇത്രയേ ഉള്ളൂ ലോകം എനിക്ക് മനസ്സിലായി. ഞാൻ മഹാനാണ്, ദൈവാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തള്ളി പറഞ്ഞു. ആർക്കും സത്യം അറിയണ്ട. ഇനി അത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിരിയുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൾ എതിർത്തില്ലല്ലോ. അത് തന്നെയാ നല്ലത്. സാരല്ലമ്മേ, ഈ മുറിവടങ്ങാൻ ചിലപ്പോ കുറച്ച് സമയം എടുത്തെന്ന് വരും. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ആ, ആരായത്? ഇരിക്കൂ. വീട്ടിൽ വരുന്ന അതിഥികൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണോ? ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആണോ? അതൊരു വലിയ കാര്യമാണല്ലോ. എന്നാലും ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചത് കുട്ടിയാ. അനാഥ പെൺകുട്ടി, ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തുലഞ്ഞു പോയെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. കുടിക്കാൻ ചായ കാപ്പിയോ? ആ, എല്ലാരും ഉണ്ടല്ലോ. ഈ ബലാലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവന്റെ നുണ. ഈ പൊല്ലാപ്പിനെല്ലാം കാരണം ഇവൻ ഒരുത്തന. അല്ല സഫിയാത്ത, അസനക്ക എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാരും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. 2 ആഴ്ചക്കുള്ളിൽ ഈ കുട്ടിന്റെ വിസ വരും. അബ്ദുള്ള കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? വളരെ വളരെ സന്തോഷം. ഇവളെ പറ്റി ഇനി എന്റെ മുമ്പ് ബേജാറാവണ്ട. അബുദാബി പോണ വരയ്ക്കും ഇവളെ ഞമ്മള് നോക്കിക്കോളാം. എനിക്കിനി ഒരു ബേജാറുമില്ല സഫിയാത്ത. ഞാനും എന്റെ ഭാര്യയും പിരിയാൻ തീരുമാനിച്ചു. നിങ്ങൾ വരി, ഒരു കാര്യം പറയാം. ഇനി എന്ത് രഹസ്യ അസനക്ക? നിങ്ങൾ വരുന്നേരെ പറയട്ടെ. കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് ശാസ്ത്രമുണ്ടല്ലോ. ഞങ്ങളതങ്ങ് ചെയ്തു. ആ കുട്ടീന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല. കാർമേഘങ്ങളില്ലാത്ത ആകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ. വരൂ. അറിയാതെയാണെങ്കിലും
ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കി. മാപ്പ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ലക്ഷ്യത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന്. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ.